ഇനിയിപ്പം ഈ ഉപ്പള കഴിഞ്ഞാൽ തലപ്പാടി വരെ ഫിനിഷിംഗ് വർക്കുകളാണ് ഇനി നടക്കാനുള്ളത്. ലൈൻ മാർക്കിംഗ് വർക്കുകൾ, അങ്ങനെയുള്ള ക്യാമറ, ഈ സൈൻ ബോർഡ്, അങ്ങനെയുള്ള വർക്കുകളാണ് ഇനി ഈ ഉപ്പള കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് നടക്കാനുള്ളത്. ഉപ്പള ഈ ഭാഗം മുതൽ മാർക്കിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഇപ്പം ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന തലപ്പാടി വരെ മാർക്കിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം തലപ്പാടി തുടങ്ങിയതാണ് ലൈൻ മാർക്കിംഗ് പ്രവർത്തികൾ. വളവിലൊന്നും ഈ ഓവർടേക്കിൻ്റെ കട്ടിങ് ഇല്ല. അപ്പോൾ വളവിലൊന്നും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് നിങ്ങൾക്ക് താഴെയുള്ള ലൈന് കാണിക്കുന്നത്. വളവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കട്ടിങ് ലൈനുകൾ കാണാൻ സാധിക്കും. ആ കട്ടിങ് ലൈന് മുതലാണ് ഈ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നത്. Return to home. ഏകദേശം ഉപ്പള കഴിഞ്ഞത് ഈ ഭാഗം വരെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഭാഗം. അതിനുശേഷം ഉപ്പള പാലം കഴിഞ്ഞുള്ള ഭാഗത്താണ് മാർക്കിങ് ആരംഭിച്ചിട്ടുള്ളത്. ഈ ഭാഗം വരെയാണ് മാർക്കിങ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 3 വരി പാത കഴിഞ്ഞിട്ടുള്ള ലൈനും പിന്നെ അതിനുശേഷം വലിയൊരു ട്രക്ക് വരെ നിർത്തി വെക്കാനുള്ള, അതായത് പാർക്കിംഗ് ചെയ്ത് വെക്കാനുള്ള അത്ര സ്ഥലം ആ ഭാഗത്തുണ്ട്, റോഡിലുണ്ട്. അപ്പം അങ്ങനത്തെ നല്ല സ്പേസാണ് റോഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇപ്പോഴുള്ള പാലത്തിലൊക്കെ ഇനി മാർക്കിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട്. അപ്പോൾ പാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാർക്കിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഇവിടുന്നാണ് വസങ്കടി ഭാഗത്തു നിന്നാണ് വീണ്ടും മാർക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പ്രവർത്തികൾ നടക്കാനുണ്ട്. അതായത് വസങ്കടി ജംഗ്ഷനിലേക്ക് കയറാനുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇപ്പോഴും നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത്.
കാരണം ഇവിടെ സോയിൽ നൈറ്റ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇവിടെ സോയിൽ നൈറ്റ് പ്രവൃത്തികൾ നടക്കുന്നത് കൊണ്ട് ആണ് ഇപ്പോൾ ഇവിടെ വർക്ക് പെൻഡിങ്ങിലാണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പം ലൈൻ മാർക്കിംഗ് ഇടം വരെ നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് തലപ്പാടി വരെ ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് വർക്ക് ബാക്കിയുണ്ട് വാസനഗാടി ടൗണിൽ. നല്ല ഏത് സമയത്തും ഇവിടെ ഈ വാസനഗാടി ജംഗ്ഷനിലുണ്ടല്ലോ ട്രാഫിക്കാണ്. ഇന്നിപ്പം കുറച്ച് ഫ്രീ കാണുന്നുണ്ട് എന്നറിയുക.
ട്രക്ലെ ബേ ആണിത് മഞ്ചേശ്വരത്ത്. കാസർഗോഡ് ഫസ്റ്റ് റീച്ചിലെ ട്രക്ലെ ബേ ആണിത്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ഇത് വരുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അനുബന്ധ ബിൽഡിങ്ങുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട വളരെ ഡേഞ്ചറാണിത്. ഇത് ഈ ഹൈ സ്പീഡ് റോഡിൽ ഇങ്ങനെ വാഹനം റോഡ് മുറിച്ച് കിടക്കുന്നുണ്ടല്ലോ, വളരെ ഡേഞ്ചറാണ്. ഇവിടെ ഒരു ഫോട്ടോ പിടിച്ച് മസ്റ്റായിട്ട് വേണം. റെയിൽവേ സ്റ്റേഷനാണ്. ജനങ്ങൾ കണ്ട കിടക്കുന്നുണ്ട, വളരെ ഡേഞ്ചറാണ്. എത്ര സ്പീഡിൽ വരുന്ന വാഹനങ്ങളാണെന്ന് അറിയാം. ആ വാഹനങ്ങൾ മറികടക്കുന്നതാണ് ഇത്. അതും കോളേജ് വിദ്യാർത്ഥികളാണത്. ഈ കോളേജ് വിദ്യാർത്ഥികൾ തന്നെ ഇങ്ങനെ ചെയ്താൽ എന്താവും? ഇവർ പഠിച്ചു വളരുന്നത് സമൂഹമാണ്. ഇവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് പ്രത്യേകം ഇവിടെ ഒരു ഫോട്ടോ പിടിച്ച് കൊടുക്കണം. അപ്പം അത് ഇവിടുത്തെ പാസ്സായെന്നുള്ള എന്തോ ഒരു സൂചന കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അറിയില്ല എവിടെ പാസ്സായിട്ടുള്ളത് എന്ന്. അതിൻ്റെ ഒന്നും പ്രവൃത്തികളൊന്നും ആരംഭിച്ചിട്ട് കാണുന്നില്ല. ഇവിടെ ഫുട് ഓവർ പിടിച്ച് എവിടെയാണ് വരുന്നത്? ഇവിടെയാണോ? എവിടെയും അതിൻ്റെ ഒരു ഇത് കാണുന്നില്ല. വേണ്ട, വിദ്യാർത്ഥിനികളൊക്കെ അടുക്കുന്നുണ്ട. വളരെ ഡേഞ്ചറാണ്. കുറേ വാഹനമൊന്നും അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ ആരെങ്കിലും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇത് വളരെ ഡേഞ്ചറാണ്. നിങ്ങളെന്ത് ചെയ്യുക? നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നിങ്ങളുടെ കുറേ എല്ലാവരും ഒപ്പും ഒക്കെ വാങ്ങിയിട്ട് എന്താക്കുക, അവർക്ക് കൈമാറുക. നമുക്കിവിടെ ഫോട്ടോ ഓവർ പിടിച്ച് വേണം എന്നുള്ള ഒരു ഇതിൽ ഇവിടെ ഒരു ഫോട്ടോ ഓവർ പിടിച്ച് മസ്റ്റായിട്ട് വേണം. ഇതാ റെയിൽവേ സ്റ്റേഷനാണ്, മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനാണിത്. ബാക്കി നോക്കണം. ഇവിടെ അപ്രൂവൽ ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷെ എവിടെയാണ് അപ്രൂവൽ ആയിട്ടുള്ളത് എന്നറിയില്ല, ഏത് ഭാഗത്തേക്കാണെന്ന്.
അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുന്നത് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ. ജയ് ഹിന്ദ്.